നമസ്കാരം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ കൂടുതൽ പേരും അതിൽ പശ്ചാത്താപമുള്ളവരും പിന്നൊരിക്കലും അത്തരത്തിൽ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യും. എന്നാൽ ഈ കഥയിലെ വിൽഫ്രഡ് ഒരു വലിയ കൃഷിക്കാരനാണ്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പണത്തിൻ്റെയും സ്വത്തിൻ്റെയും പേരിൽ മനുഷ്യത്വം മരവിക്കുകയും 13 വയസ്സുള്ള മകൻ്റെ സഹായത്തോടെ ക്രൂരമായൊരു തെറ്റു ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ആ കുറ്റബോധം അയാളെയും മകനെയും വേട്ടയാടുവാൻ തുടങ്ങുന്നു. പിന്നെ അങ്ങോട്ട് ഒരു മനുഷ്യനും താങ്ങുവാൻ സാധിക്കാത്ത ദുരന്തങ്ങളുടെ പേമാരിയാണ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കി 2017 പുറത്തിറങ്ങിയ 1922 എന്ന ഒരു കിടിലൻ സിനിമയുടെ വിശേഷങ്ങൾ കാണാം. വെൽക്കം ബാക്ക് ടു ഒരു യമണ്ടൻ സിനിമാ കഥ. 1925 കാലഘട്ടത്തിലെ ഒരു അമേരിക്കൻ ടൗൺ. ഒരു വൃദ്ധൻ പുകവലിച്ചുകൊണ്ട് ആ ടൗണിലൂടെ നടന്നു വരുന്നു. മംഗോളിയ ഹോട്ടലിലെ 209 നമ്പർ മുറിയിലാണ് അയാളിപ്പോൾ. അയാളുടെ ഹോട്ടൽ മുറിയുടെ ചുമരിനപ്പുറത്തു നിന്നും അസ്വാഭാവികമായി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കേട്ടയാൾ ഭയപ്പെട്ടാണ് നിൽക്കുന്നത്. അയാൾ ഒരു കത്തെഴുതുകയാണ്. എൻ്റെ പേര് വിൽഫ്രഡ് ലീലാൻഡ് ജെയിംസ്. ഇതെൻ്റെ തുറന്നു പറച്ചിലാണ്. നമ്മളിനി 1922 പോകുന്നത്. എൻ്റെ കുറ്റകൃത്യങ്ങളുടെയും ശാപങ്ങളുടെയും പ്രശ്നം നെബ്രസ്കയിലെ ഹാങ്ഫോർഡ് ഹോമിലെ 100 ഏക്കർ സ്ഥലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. അതെൻ്റെ ഭാര്യയായ ആർലെറ്റ് ക്രിസ്റ്റീന വിൻഡർ ജെയിംസിൻ്റെ അച്ഛൻ്റെ മരണത്തോടെ അവൾക്ക് വന്നു ചേർന്ന സ്ഥലമാണ്. ഇതെല്ലാം നമ്മുടെ കാലശേഷം നമ്മുടെ മകനായ ഹെൻറി ഫ്രീമാൻ ജെയിംസിന് എത്തിച്ചേരേണ്ടതാണ്. ഈ കത്തെഴുതുന്ന ആളുടെ പേര് വിൽഫ്രഡ് എന്നാണ്. വിൽഫ്രഡ് ഒരു കർഷകനാണ്. അയാൾക്ക് തൻ്റെ ഗ്രാമത്തിൽ കൃഷിയൊക്കെ നോക്കി ജീവിച്ചു പോകുവാനാണ് ഇഷ്ടം. അക്കാലഘട്ടത്തിൽ ഒരു പുരുഷൻ പൂർണ്ണമാകണമെങ്കിൽ കണക്കില്ലാത്ത കൃഷിഭൂമി ഉണ്ടാകണമെന്നാണ് വെപ്പ്. അതിനാൽ തന്നെ തൻ്റെ 80 ഏക്കർ കൃഷിഭൂമിയോടൊപ്പം ഭാര്യയുടെ 100 ഏക്കർ സ്ഥലം കൂടി ചേർത്ത് കൃഷി ചെയ്ത് ഗ്രാമീണ ജീവിതം നയിക്കണമെന്നതാണ് വിൽഫ്രഡിൻ്റെ ആഗ്രഹം. അയാളുടെ മകനായ ഹെൻറിയും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. അച്ഛൻ്റെ ഇഷ്ടമാണ് മകൻ്റെയും. എന്നാൽ വിൽഫ്രഡിൻ്റെ ഭാര്യ ആർലെറ്റിൻ്റെ ആഗ്രഹം മറ്റൊന്നാണ്. അവൾക്ക് തൻ്റെ പേരിൽ കിട്ടിയ 100 ഏക്കർ സ്ഥലം വിറ്റ് ഒഹലോമ സിറ്റിയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. അവിടെ ഒരു തുണിക്കടയും തുടങ്ങി സിറ്റി ലൈഫുമായി മുന്നോട്ട് പോകണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇതേ ചൊല്ലി ആ കുടുംബത്തിൽ കലഹവും പതിവാണ്. ജീവിക്കുവാൻ സ്ഥലമില്ലാതെ കാശ് മാത്രം ഉണ്ടായിട്ട് എന്തു ചെയ്യാനാണെന്ന് വിൽഫ്രഡ് അഭിപ്രായപ്പെടുമ്പോൾ ആർലെറ്റ് പറയുന്നത് നമുക്കതുമായി നഗരത്തിൽ പോകാമെന്നാണ്. നഗരവാസികളെല്ലാം വിഡ്ഢികളാണെന്നാണ് വിൽഫ്രഡിൻ്റെ അഭിപ്രായം. അച്ഛൻ്റെ അഭിപ്രായങ്ങളോട് മകൻ ഹെൻറിയും യോജിക്കുന്നുണ്ട്. എനിക്ക് നഗരത്തിൽ ജീവിക്കേണ്ട എന്നാണ് അവൻ്റെ അഭിപ്രായം. ദിവസങ്ങൾ കഴിയുന്തോറും ആ കുടുംബത്തിലെ കലഹം കൂടിക്കൂടി വരുന്നു. അങ്ങനെ ഒരു ദിവസം വിൽഫ്രഡ് തൻ്റെ ഭാര്യയോട് അവളുടെ 100 ഏക്കർ സ്ഥലം താൻ വാങ്ങിച്ചോളാമെന്ന് പറയുന്നു. അതിനായി 8 വർഷത്തെ സാവകാശമാണ് അയാൾ അവളോട് ചോദിക്കുന്നത്. എന്നാൽ ആർലെറ്റ് പുച്ഛത്തോടെ ചിരിച്ചു തള്ളുകയാണ്. കുറച്ച് കാശ് കിട്ടുന്നതിലും നല്ലത് കിട്ടാതിരിക്കുന്നതാണ്. ഫാറിങ്ടൺ എന്ന കമ്പനി ഈ സ്ഥലം വാങ്ങുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ 100 ഏക്കറും നിങ്ങളുടെ ഫാമും അവർക്ക് വിൽക്കാം. ശേഷം തുക വീതിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. ഇത് കേട്ട വിൽഫ്രഡ് ഉത്തരമുട്ടി നിൽക്കുന്നു. ശേഷം ചോദിക്കുന്നു, ഡിവോഴ്സിന് ശേഷം നമ്മുടെ മകൻ ആരുടെ കൂടെ നിൽക്കും? തീർച്ചയായും എൻ്റെ കൂടെ എന്ന് ആർലെറ്റ് പറയുന്നു. 13 വയസ്സുള്ള മകൻ അവൻ്റെ അമ്മയുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നവൾ പറയുന്നു. അതേ ചൊല്ലി വീണ്ടും കലഹം. ഒടുവിൽ താൻ ഈ സ്ഥലം വിൽക്കുവാൻ അനുവദിക്കില്ല എന്ന് വിൽഫ്രഡ് തറപ്പിച്ചു പറയുന്നു. എന്നാൽ ഫാറിങ്ടൺ കമ്പനിയുടെ അഡ്വക്കേറ്റ്സ് പറയുന്നത് പ്രകാരം തൻ്റെ പേരിൽ കിട്ടിയ സ്വത്ത് തനിക്ക് വിൽക്കുവാൻ അധികാരമുണ്ടെന്നും താനത് അവർക്ക് തന്നെ വിൽക്കുമെന്നും ആർലെറ്റ് പറയുന്നു. തൊട്ടടുത്ത ദിവസം ആർലെറ്റ് ഫാറിങ്ടൺ കമ്പനിയുടെ കാറിൽ വന്നിറങ്ങുന്നത് വിൽഫ്രഡ് കാണുന്നു. അവൾ സ്ഥലം വിൽക്കുവാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് വിൽഫ്രഡ് മനസ്സിലാക്കുന്നു. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും മറ്റൊരു മനുഷ്യനുണ്ട്, ഒരപരിചിതൻ, കൂർമ്മതയുള്ളവൻ. ഇതെല്ലാം ഓർത്തുകൊണ്ട് വിൽഫ്രഡ് തൻ്റെ പറമ്പിലെ ഒരു കിണറിലേക്ക് നോക്കി നിൽക്കുകയാണ്. അയാൾ എന്തിനു വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. അയാൾ തൻ്റെ മകൻ ഹെൻറിയോട് എന്തോ ഒരു കാര്യം പറയുവാനായി വീടിൻ്റെ ബേസ്മെൻറ്റിലെത്തുമ്പോൾ അവൻ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നതാണ് അയാൾ കാണുന്നത്. അവളുടെ പേര് ഷാനൻ. ഹെൻറിയും അവളും ഇഷ്ടത്തിലാണ്.
ഷാനന്റെ മാതാപിതാക്കളും വിൽഫ്രഡും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അവരുടെ മകളുമായി ഹെൻറിക്കുണ്ടായ ആ ബന്ധത്തിൽ വിൽഫ്രഡ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നു. വിൽഫ്രഡിൻ്റെ ലെറ്ററിൽ ഇപ്രകാരം പറയുന്നു: കൂർമ്മതയുള്ള ആ മനുഷ്യൻ്റെ മനസ്സിൽ അവരുടെ ബന്ധം ഒരു നേട്ടമായാണ് തോന്നിയത്. ആ നേട്ടം എന്തെന്ന് നമുക്ക് പുറകെ മനസ്സിലാവും. ഹെൻറിയും വിൽഫ്രഡും കൃഷിസ്ഥലത്ത് വെച്ച് സംസാരിക്കുകയാണ്. ഷാനൻ നിന്റെ ജീവിതത്തിൽ കടന്നുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിൽഫ്രഡ് പറയുന്നു. അതിന് നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഹെൻറി വിൽഫ്രഡിനോട് ചോദിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു വഴി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നേടുക എന്നതായിരിക്കും. അതിപ്പോൾ ആരൊക്കെ വേദനിച്ചാലും ആരൊക്കെ മരിച്ചാലും എന്ന് വിൽഫ്രഡ് പറയുന്നു. ഹെൻറിക്ക് തൻ്റെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നു. അവൻ നിശബ്ദനായി നിൽക്കുകയാണ്. ഞാൻ അവൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതെല്ലാം ഓഫർ ചെയ്തു. പക്ഷേ അവൾ അതിനൊന്നും വഴങ്ങുന്നില്ല. അവളില്ലെങ്കിൽ നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാം. അതുകൊണ്ട് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ചെയ്യുവാനുള്ളൂ. അല്ല, നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഇനി ചെയ്യുവാനുള്ളൂ എന്ന് വിൽഫ്രഡ് പറയുന്നു. അതായത്, ആർലറ്റ് ജീവിച്ചിരുന്നാൽ ഈ സ്ഥലമെല്ലാം വിറ്റ് നാട് വിട്ടുപോകും. അങ്ങനെ പോയാൽ ഹെൻറിക്ക് ഷാനനെ മറക്കേണ്ടി വരുമെന്നും അത് നടക്കാതിരിക്കണമെങ്കിൽ ആർലറ്റ് മരിക്കണമെന്നും പറഞ്ഞ് വിൽഫ്രഡ് തൻ്റെ മകനെ കൺവിൻസ് ചെയ്യുകയാണ്. അതയാൾ ദിവസങ്ങളോളം തുടരുന്നു. എന്നും മകനെ ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ആർലറ്റിനെ കൊല്ലുവാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഒടുവിൽ അച്ഛനും മകനും ആർലറ്റിനെ എങ്ങനെ കൊല്ലുമെന്ന് ആലോചന ആരംഭിക്കുന്നു. ഒരു ദിവസം രാവിലെ വിൽഫ്രഡ് ആർലറ്റിനോട് പറയുന്നു: നിന്റെ സ്ഥലം വിൽക്കുവാൻ എനിക്കും ഹെൻറിക്കും സമ്മതമാണ്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ആർലറ്റിന് സന്തോഷം അടക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അവൾ വിൽഫ്രഡിനെ ഒരുപാട് മുത്തം വയ്ക്കുന്നു. എന്നാൽ ഹെൻറി ഇതെല്ലാം കേട്ട് ഒരല്പം ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. അന്നു രാത്രി അവർ എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ്. ആർലറ്റിന് ഒരുപാട് മദ്യമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വിൽഫ്രഡ്. അവളാകട്ടെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണല്ലോ. അതുകൊണ്ട് തന്നെ കുടിച്ച് ഫിറ്റാണ്. വെള്ളമടിച്ച് ഓഫായ ആർലറ്റിനെ വിൽഫ്രഡ് തോളിൽ ചുമന്നുകൊണ്ടുപോയി കട്ടിലിൽ കിടത്തുന്നു. അവൾ കട്ടിലിൽ കിടന്ന് സുഖ ഉറക്കമാണ്. വിൽഫ്രഡ് ഹെൻറിയുടെ അടുക്കൽ വരുന്നു. ശേഷം ഷാനനെയും നിന്നെയും ഉറപ്പായും അവൾ വേർപിരിക്കുമെന്ന് പറഞ്ഞ് ഹെൻറിയെ ഒരിക്കൽ കൂടി സ്ക്രൂ ചെയ്യുന്നു. നമുക്ക് നമ്മുടെ 100 ഏക്കർ കൂടി നഷ്ടപ്പെടുവാൻ പോവുകയാണ് എന്നും നമ്മുടെ മുൻപിൽ വേറൊരു വഴിയുമില്ല എന്നും വിൽഫ്രഡ് ഹെൻറിയോട് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെ അവൻ ആ കുറ്റകൃത്യത്തിന് സമ്മതിക്കുന്നു. അതെ, ഹെൻറി തൻ്റെ അമ്മയെ കൊല്ലുവാൻ അച്ഛനോടൊപ്പം കൂടാമെന്ന് സമ്മതം മൂളുന്നു. വിൽഫ്രഡ് മൂർച്ചയുള്ള ഒരു കത്തി കയ്യിലെടുക്കുന്നു. ശേഷം ഹെൻറിയും കൂട്ടി ആർലറ്റിൻ്റെ മുറിയിലെത്തുന്നു. നമ്മൾ അമ്മയെ സ്വർഗത്തിലേക്കല്ലേ അയക്കുന്നതെന്ന് ഹെൻറി അച്ഛനോട് ചോദിക്കുന്നു. വിൽഫ്രഡ് ശബ്ദമുണ്ടാക്കരുത് എന്നവനോട് പറഞ്ഞ ശേഷം ആർലറ്റിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. ഹെൻറി ഒരു കട്ടിയുള്ള ചാക്കുപയോഗിച്ച് ആർലറ്റിൻ്റെ മുഖം പൊത്തിപ്പിടിക്കുന്നു. ആർലറ്റ് പെട്ടെന്നുണരുന്നു. എന്നാൽ വിൽഫ്രഡ് അവളെ വരുതിയിലാക്കി കത്തികൊണ്ട് ആർലറ്റിൻ്റെ കഴുത്തറക്കുവാൻ നോക്കുന്നു. 1-2 വട്ടം കഴുത്തറുത്തിട്ടും ആർലറ്റ് അവളുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് ചെറുത്തു നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിൽഫ്രഡ് തൻ്റെ ശക്തിയെല്ലാം ഉപയോഗിച്ച് ആർലറ്റിൻ്റെ കഴുത്ത് ആഴത്തിൽ മുറിക്കുന്നു. അവൾ ആ കിടക്കയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നു. വിൽഫ്രഡ് ആ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ് തൻ്റെ പറമ്പിലെ ഒരു ഉപയോഗശൂന്യമായ കിണറ്റിൽ കൊണ്ടിടുന്നു. ശേഷം രണ്ടാളും ചേർന്ന് ആ മുറി ആകെ വൃത്തിയാക്കുന്നു. നേരം പുലരുന്നു. വിൽഫ്രഡ് ആർലറ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ ഒരു പെട്ടിയിലാക്കി ആ കിണറിനടുത്തേക്ക് നടക്കുകയാണ്. കിണറിൻ്റെ മൂടി തുറന്ന് അയാൾ പേടിച്ച് താഴേക്ക് നോക്കുന്നു. ആർലറ്റിൻ്റെ ശരീരമാകെ എലികൾ പൊതിഞ്ഞിരിക്കുന്നു. വായിൽ നിന്നും ഒരു എലി ഇറങ്ങിപ്പോകുന്നു. തീർത്തും പേടിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. വിൽഫ്രഡ് ആ പെട്ടി കിണറ്റിലേക്കിട്ട് കിണറിൻ്റെ മൂടി അടയ്ക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഫാരൻടൺ കമ്പനിയുടെ അഡ്വക്കേറ്റ് അവിടെ വരുന്നു. സ്ഥലം വിൽക്കുന്നതിൻ്റെ ഭാഗമായി ആർലറ്റിനെ കാണുവാനായിരുന്നു അയാൾ വന്നത്. എന്നാൽ ആർലറ്റ് അവൾക്കെടുക്കുവാനുള്ളതെല്ലാം എടുത്ത് ഒളിച്ചോടിയെന്ന് വിൽഫ്രഡ് ഒരു കള്ളം അയാളോട് പറയുന്നു. ആ അഡ്വക്കേറ്റിന് സംശയമായി. അയാൾ വീടിനുള്ളിൽ കയറുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും വിൽഫ്രഡ് അതിന് സമ്മതിക്കുന്നില്ല. ഇതിവിടെ തീർന്നുവെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞയാൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. അയാൾ പോലീസിനെ കൊണ്ടുവരുമോ? നമ്മൾ ജയിലിൽ പോകുമോ എന്നൊക്കെ ഹെൻറി വിൽഫ്രഡിനോട് ചോദിക്കുന്നു. പോലീസ് എത്തുന്നതിന് മുൻപേ ആ കിണറിൽ മണ്ണിട്ട് മൂടിയാൽ അവർക്ക് സംശയം തോന്നും. പക്ഷേ നമുക്കത് ചെയ്തേ പറ്റൂ എന്ന് വിൽഫ്രഡ് പറയുന്നു.
ശേഷം വിൽഫ്രഡും ഹെൻറിയും ചേർന്ന് ഒരു പശുവിനെ ആ കിണറിൻ്റെ മൂടിയുടെ മുകളിൽ കൊണ്ട് നിർത്തുന്നു. മൂടി തകർന്ന് ആ പശു കിണറിനുള്ളിൽ വീഴുന്നു. ശേഷം വിൽഫ്രഡ് ഒരു തോക്കെടുത്ത് ആ പശുവിനെ ദാരുണമായി വെടിവെച്ച് കൊല്ലുന്നു. ശേഷം അച്ഛനും മകനും ചേർന്ന് കിണർ മണ്ണിട്ട് മൂടുവാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അവിടെ പോലീസ് ഓഫീസറായ ഷെരീഫ് ജോൺ എത്തുന്നു. ആർലറ്റ് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ഒളിച്ചോടിയെന്ന് വിൽഫ്രഡും ഹെൻറിയും ചേർന്ന് അയാളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ശേഷം നമ്മുടെ ഒരു പശു കിണറ്റിൽ വീണ് മരിച്ചു എന്നും തങ്ങളതിനെ മറവു ചെയ്യുകയാണെന്നും വിൽഫ്രഡ് ഷെരീഫിനോട് പറയുന്നു. ഷെരീഫിന് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തന്നെ തോന്നിയില്ല. അയാൾ ആ വീട്ടിൽ നിന്നും മടങ്ങുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വേനൽക്കാലമായി. ചോളം വിളവെടുക്കുന്ന സമയമായി. ഹെൻറി വല്ലാതെ മാറുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തു നിന്നും ചിരി മാഞ്ഞു പോയിരിക്കുന്നു. ഷാനൻ ഇതേപ്പറ്റി വിൽഫ്രഡിനോട് പറയുമ്പോൾ വിൽഫ്രഡ് അവളെ സമാധാനിപ്പിക്കുന്നു. ഒരു ദിവസം രാത്രി തൊഴുത്തിൽ നിന്നും പശുക്കളുടെ ബഹളം കേട്ട് വിൽഫ്രഡ് തൊഴുത്തിലേക്ക് പോയി നോക്കുന്നു. അവിടെ ഒരു എലി പശുവിൻ്റെ അകിട് കടിച്ചു മുറിക്കുന്ന കാഴ്ചയാണ് അയാൾ കാണുന്നത്. അയാളെ കണ്ടതും ആ എലി ഒരു പൈപ്പിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. ആ പൈപ്പിനുള്ളിലേക്ക് വെട്ടമടിച്ച് നോക്കിയതും അതിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധമാണ് വരുന്നത്. വിൽഫ്രഡ് അതിൻ്റെ നാറ്റം സഹിക്കാനാകാതെ തറയിൽ വീഴുന്നു. ആ പൈപ്പ് വരുന്നത് ആർലറ്റിനെ കൊന്നു കുഴിച്ചു മൂടിയ ആ കിണറിനുള്ളിൽ നിന്നുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ പൈപ്പ് അയാൾ സിമൻ്റ് കൊണ്ടടയ്ക്കുന്നു. ഇപ്പോൾ പ്രസന്റ് ഡേയിലെ വിൽഫ്രഡിനെ കാണിക്കുന്നു. അയാൾ എഴുതുന്ന മുറിയിലെ ആ ഒരു ചുമര് വെടിച്ചു വരുന്നു. അവിടെ നിന്നും ഒരു എലിയുടെ ശബ്ദവും കേൾക്കാം. വിൽഫ്രഡ് തൻ്റെ എഴുത്ത് തുടരുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക്. ഇതിനിടയിൽ ഷാനനും ഹെൻറിയും പണി പറ്റിച്ചു. ഷാനൻ ഹെൻറിയിൽ നിന്നും ഗർഭിണിയായി. ഇതോടെ ഹെൻറിക്ക് ഷാനനെ വിവാഹം ചെയ്യണമെന്നായി. എന്നാൽ വിൽഫ്രഡ് അതിനെ എതിർത്തു. കാരണം ഈ 13 വയസ്സിൽ നീ അവളെ വിവാഹം ചെയ്താൽ നിനക്കവളെ എങ്ങനെ പോറ്റുവാൻ കഴിയുമെന്ന് വിൽഫ്രഡ് ചോദിക്കുമ്പോൾ ആളുകൾ ചെറിയ പ്രായത്തിൽ വിവാഹം ചെയ്യുന്നത് പതിവല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഹെൻറി തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ അച്ഛനും മകനും തമ്മിൽ ഇതേ ചൊല്ലി വഴക്കായി. ഒടുവിൽ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ 100 ഏക്കർ വിറ്റ് കിട്ടിയതിൽ നിന്നും എനിക്കെന്തെങ്കിലും തന്നേനെ എന്നും എന്നോട് നിങ്ങളെപ്പോലെ സംസാരിക്കുമായിരുന്നില്ല എന്നും ഹെൻറി പറയുന്നു. ഞാൻ നിനക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തതെന്നും നിന്റെ നല്ലതിനു വേണ്ടി മാത്രമേ ഞാൻ ഇനിയും എന്തും ചെയ്യുകയുള്ളൂ എന്നും വിൽഫ്രഡ് തൻ്റെ മകനോട് പറയുന്നു. ഷാനൻ്റെ അച്ഛൻ ഹാർലനും ഒരു കർഷകനാണ്. അയാളും വിൽഫ്രഡും തമ്മിൽ നല്ല സുഹൃത്തുക്കളുമാണ്. ഹാർലൻ വിൽഫ്രഡിനേക്കാൾ സമ്പന്നനുമായിരുന്നു. ഹാർലൻ വിൽഫ്രഡിനെ കാണുവാൻ വരികയാണ്. ഷാനനെ ഒമാഹായിലുള്ള ഒരു ഗേൾസ് ഹോമിൽ കൊണ്ടുപോവുകയാണെന്നും അവിടെ വെച്ച് അവൾ പ്രസവിക്കട്ടെ, ശേഷം അവളെ തിരികെ കൊണ്ടുവരാനാണ് തൻ്റെ തീരുമാനമെന്നും ഹാർലൻ വിൽഫ്രഡിനോട് പറയുന്നു. അത് നല്ലൊരു സ്ഥലമാണെന്നും അവർ കുഞ്ഞിനെ ദത്തെടുക്കലിന് സഹായിക്കുമെന്നും ഇതാണ് നമുക്ക് രണ്ടാൾക്കും നല്ലതെന്നും അയാൾ പറയുന്നു. ഇതിൽ എൻ്റെ റോൾ എന്താണെന്ന് വിൽഫ്രഡ് ചോദിക്കുന്നു. എനിക്കറിയാം താങ്കൾ ഒരു പണക്കാരനല്ല എന്ന്. എങ്കിലും ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി താങ്കളും ഏറ്റെടുത്തേ തീരൂ. ഷാനിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏതാണ്ട് $300 ചിലവുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കതിൻ്റെ പകുതി പോലും തരുവാൻ സാധിക്കില്ല എന്ന്. പക്ഷേ എനിക്ക് $75 തന്നേ തീരുവെന്ന് ഹാർലൻ പറയുന്നു. ഈ തുക എനിക്ക് അഫോർഡ് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് വിൽഫ്രഡ് പറയുന്നു. എന്നാൽ വീട് പണയപ്പെടുത്തിയായാലും ഈ തുക തന്നേ തീരുവെന്ന് പറഞ്ഞ് ഹാർലൻ അവിടെ നിന്നും പോകുന്നു. അവളെ അങ്ങനെ എവിടെയും കൊണ്ടുപോകുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഹെൻറി പറയുന്നു. എന്നാൽ വിൽഫ്രഡ് അത് എതിർക്കുന്നു. അവളെ അവർ കൊണ്ടുപോകും, അതാണ് നല്ലതെന്ന് അയാൾ പറയുന്നു. എന്നാൽ ഞങ്ങൾ ഒളിച്ചോടിയാലോ? എന്നിട്ട് കൊളറാഡോയിൽ പോയി ഞങ്ങൾ അവിടെ സെറ്റിലായിക്കൊള്ളാമെന്ന് ഹെൻറി പറയുമ്പോൾ വിൽഫ്രഡ് ദേഷ്യപ്പെടുന്നു. അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ? കാശില്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് വിൽഫ്രഡ് പറയുമ്പോൾ ഹെൻറിക്ക് ദേഷ്യം വരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അമ്മയുടെ കഴുത്തറക്കാൻ പോലും വൃത്തിയായി ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ പോകുവാൻ ശ്രമിക്കുമ്പോൾ വിൽഫ്രഡ് ഹെൻറിയെ പിടിച്ചു നിർത്തുന്നു. അതെ, ഞാനത് ചെയ്തത് നമുക്ക് വേണ്ടിയാണെന്ന് വിൽഫ്രഡ് പറയുമ്പോൾ നമുക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ലേ എന്ന് ഹെൻറി പറയുന്നു. അമ്മയെ കൊല്ലാതെയും പരിഹാരം ഉണ്ടാക്കാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെല്ലാം ശപിക്കപ്പെട്ടതാക്കി മാറ്റിയില്ലേ എന്ന് പറഞ്ഞവൻ നടന്നു പോകുന്നു. നിങ്ങൾ എന്നെയും പാപിയാക്കി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹെൻറി പോകുന്നു. വിൽഫ്രഡ് തൻ്റെ വീട് പണയം വയ്ക്കുവാൻ തീരുമാനിക്കുന്നു. ഹെൻറിയെ സമാധാനിപ്പിക്കണം. അവന് കൊടുക്കുവാൻ $35 ലോൺ തേടി അയാൾ ബാങ്കിലേക്ക് ചെല്ലുന്നു. എന്നാൽ ബാങ്ക് $35 കൊണ്ട് എന്താവാനെന്നും നിങ്ങൾക്ക്
$750 ലോൺ തരാമെന്നും പറഞ്ഞ് വിൽഫ്രഡിനെ കൺവിൻസ് ചെയ്യുന്നു. ഹെൻറിയോട് കൂടി സംസാരിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞയാൾ പുറത്തേക്കിറങ്ങുന്നു. ബാങ്കിന് പുറത്തിറങ്ങിയ വിൽഫ്രഡ് താൻ വന്ന തൻ്റെ ട്രക്ക് അവിടെ കാണുന്നില്ല. പകരം അയാളുടെ കാറാണ് അവിടെ കിടക്കുന്നത്. വിൽഫ്രഡ് ഓടി കാറിനുള്ളിൽ നോക്കുമ്പോൾ അയാൾക്ക് ഒരു ലെറ്റർ കിട്ടുന്നു. അത് ഹെൻറിയുടെ ലെറ്ററായിരുന്നു. പപ്പ, ഞാൻ ട്രക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കൂ. പോലീസ് ഓഫീസർ ഷെരീഫിനെ എന്നെ കണ്ടെത്തുവാൻ നിങ്ങൾ അയക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ചെയ്താൽ ഞാൻ എല്ലാം അയാളോട് പറയും. ഞാനൊരു കുട്ടിയായതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് മാറുമെന്നാവും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ അങ്ങനെ ഉണ്ടാവില്ല. ഷാനനല്ലാതെ എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പപ്പ. വിൽഫ്രഡ് വിഷമത്തോടെ വീട്ടിലെത്തി അയാൾ കുടുംബ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്നു. അയാളുടെ മനസ്സിലൂടെ പഴയ കാര്യങ്ങളെല്ലാം മിന്നിമറയുന്നു. കൗമാരക്കാരനായ ഒരു പയ്യനിൽ നിന്നും വിവേകത്തിനായി കാത്തു നിൽക്കുന്നത് ചൂലിൽ നിന്നും പൂക്കൾ വിടരുന്നത് കാത്തു നിൽക്കുന്നതിന് തുല്യമാണ്. പക്ഷേ എനിക്ക് വേറെ എന്ത് മാർഗമാണുള്ളത്? ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു. അതെൻ്റെ വീട് സംരക്ഷിക്കാനായിരുന്നു. അന്ന് രാത്രി അയാൾ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായി. അയാളുടെ ഭാര്യയുടെ സാധനങ്ങൾ കാണുന്ന അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവുന്നു. അതെല്ലാം അയാൾ വീട്ടിനുള്ളിൽ നിന്നും മാറ്റുന്നു. ആർലറ്റിനെ കൊന്ന ദിവസത്തെ കാര്യങ്ങൾ അയാളുടെ മനസ്സിലൂടെ മിന്നിമറയുന്നു. വീട് ചോർന്നു വീഴുന്ന വെള്ളത്തുള്ളി ഒരു രക്തത്തുള്ളിയായി അയാൾക്ക് തോന്നുന്നു. അയാളെ മൊത്തത്തിൽ ഭയം വിഴുങ്ങിക്കളയുന്ന അവസ്ഥ. അടുത്ത ദിവസം ഷെരീഫ് വിൽഫ്രഡിനെ കാണുവാൻ വരുന്നു. ഒരു യുവാവ് നിങ്ങളുടെ ട്രക്കുമായി ഒരു ഗ്രോസറി സ്റ്റോർ കടന്നു ചെന്ന് $32 കൊള്ളയടിച്ചുവെന്ന് ഷെരീഫ് പറയുന്നു. എന്നാൽ ഹെൻറി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് വിൽഫ്രഡ് ഷെരീഫിനോട് പറയുകയും ദേഷ്യത്തോടെ അയാളെ വീട്ടിൽ നിന്നും ഇറക്കിവിടുകയും ചെയ്യുന്നു. ചിന്താഭാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. ചോർന്നൊലിക്കുന്ന വീടിൻ്റെ മേൽക്കൂര നന്നാക്കുവാനും വരാനിരിക്കുന്ന ശൈത്യകാലം നേരിടുവാനുമായി അയാൾ ബാങ്കിൽ നിന്നും $750 ലോൺ എടുക്കുന്നു. വീട്ടിലെത്തിയ വിൽഫ്രഡ് കാശൊക്കെ എണ്ണി നോക്കിയ ശേഷം അലമാരയിൽ എന്തോ തിരയുന്നതിനിടയിൽ അയാളുടെ കയ്യിൽ ഒരു എലി കടിക്കുന്നു. തറയിൽ വീണ എലിയെ അയാൾ ദേഷ്യത്തിൽ ചവിട്ടിക്കൊല്ലുന്നു. അവിടെ മാകെ രക്തം തെറിക്കുന്നു. കടിയേറ്റ അയാളുടെ കൈ സാരമായി തന്നെ പരിക്ക് പറ്റിയിരിക്കുന്നു. അതയാൾ കഴുകിയെടുക്കുന്നതിനിടയിൽ സീൻ പ്രസന്റ് ഡേയിലേക്ക് എത്തുന്നു. കത്തെഴുതുന്ന വിൽഫ്രഡ് എലിയുടെ ശബ്ദം കേട്ട് പിറകിലേക്ക് നോക്കുന്നു. ചുമരിലെ വിടവിലൂടെ ഒരു എലി ഇറങ്ങി വരുന്നു. അയാൾ അതിനെ പേടിയോടെയാണ് നോക്കുന്നത്. വീണ്ടും ഫ്ലാഷ് ബാക്ക്. രക്തം പുരണ്ടു കിടക്കുന്ന $1 നോട്ടുകൾക്കപ്പുറം വിൽഫ്രഡ് തറയാകെ തേച്ചു കഴുകി വൃത്തിയാക്കുന്നു. ദിവസങ്ങൾ കടന്നുപോകുന്നു. മഴക്കാലം തകർക്കുകയാണ്. കൈക്ക് മാരകമായി പരിക്ക് പറ്റിയത് കാരണം അയാൾക്ക് മേൽക്കൂര ശരിയാക്കുവാൻ സാധിച്ചില്ല. ദിവസങ്ങൾ കഴിയുന്തോറും മേൽക്കൂര തകർന്ന അവസ്ഥയിലായി. മഴക്കാലം കഴിഞ്ഞ് ശൈത്യകാലമെത്തി. വിൽഫ്രഡിൻ്റെ കൈയുടെ സ്ഥിതി കൂടുതൽ പരിതാപകരമായിക്കൊണ്ടിരുന്നു. വേദനയും തണുപ്പും കാരണം അയാൾ കിടുകിട വിറയ്ക്കുകയാണ്. അയാൾ ആ കൈയുടെ കെട്ടഴിച്ചു നോക്കുന്നു. കൈപ്പത്തിയാകെ അഴുകി കറുത്തിരിക്കുന്നു. ഇനിയും ആശുപത്രിയിൽ പോയില്ല എങ്കിൽ അപകടമാണെന്ന് മനസ്സിലാക്കുന്ന വിൽഫ്രഡ് ആ മഞ്ഞിലൂടെ ഓടി വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിന് അയാൾക്ക് സാധിക്കുന്നില്ല. തിരികെ വീട്ടിൽ കയറി തീ കാഞ്ഞ് വേദനാസംഹാരി കുടിച്ചിറക്കുകയാണ് അയാൾ. ഇതിനിടയിൽ കാറ്റിൽ വാതിൽ തുറന്നടയുന്നു. ആ ഒരു നിമിഷത്തിൽ അയാൾ ആർലറ്റിനെ കാണുന്നു. വിൽഫ്രഡ് ഞെട്ടിപ്പോകുന്നു. അയാൾ പേടിച്ച് ഒരു റൂമിനുള്ളിൽ കയറി ഒളിക്കുന്നു. ആ റൂമിലേക്ക് ആർലറ്റിൻ്റെ പ്രേതം കടന്നു വരുന്നു. വിൽഫ്രഡ് ബേസ്മെൻറ്റിലേക്കുള്ള വാതിൽ തുറന്ന് അതിനുള്ളിൽ ഇറങ്ങുവാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ നിലതെറ്റി തറയിൽ വീഴുന്നു. കുറേ എലികളും ആർലറ്റിൻ്റെ പ്രേതവും ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. വിൽഫ്രഡ് പേടിച്ച് അവളെ നോക്കുന്നു. എലികൾ വിൽഫ്രഡിനെ കൊണ്ട് പൊതിയുന്നു. ആർലറ്റ് അയാളുടെ അടുത്തിരുന്ന് ചെവിയിൽ എന്തൊക്കെയോ പറയുന്നു. അത് അവരുടെ മകൻ ഹെൻറിയെക്കുറിച്ചായിരുന്നു. ഹെൻറി ഇതിനിടയിൽ ഒരു തോക്കൊക്കെ വാങ്ങി അതുപയോഗിച്ച് കൊള്ളയും മോഷണവും പതിവാക്കിയിരുന്നു. സെൻറ്റ് യുസേബിയ കത്തോലിക് ഹോമിൽ നിന്നും അവൻ ഷാനനെ കടത്തിക്കൊണ്ടുപോകുന്നു. ജീവിക്കുവാനുള്ള പണത്തിനായി അവർ കൊള്ളയടി പതിവാക്കി. ഇരുവരെയും പറ്റി പത്രങ്ങളിൽ പോലും വാർത്തകൾ വരുന്നു. ദ സ്വീറ്റ് ഹാർട്ട് ബാൻഡിസ് എന്നാണിപ്പോൾ അവരുടെ വിളിപ്പേര്. ഇരുവരും കൊള്ളയടി നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു മോഷണശ്രമത്തിനിടയിൽ ഷാനന് വെടിയേൽക്കുന്നു. ഹെൻറിയും ഷാനനും ഒരു കാറിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ വണ്ടി വഴിയിലാകുന്നു. അവളെ ആ മഞ്ഞിലൂടെ എടുത്തുകൊണ്ട് നടന്ന് ഹെൻറി അവരുടെ വീട്ടിനുള്ളിൽ എത്തുന്നു. ഷാനൻ്റെ വയറ്റിനുള്ളിലെ കുഞ്ഞ് മരിച്ചു എന്നുറപ്പായി. ഇതെല്ലാം ആർലറ്റിൻ്റെ പ്രേതം വിൽഫ്രഡിനോട് പറയുന്നതാണ്. വിൽഫ്രഡ് എല്ലാം കേട്ട് വല്ലാതെ തകർന്നുപോയി.
താൻ ഇതുവരെയും ചെയ്തു കൂട്ടിയതത്രയും ഹെൻറിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം തകർന്നിരിക്കുന്നു. എനിക്കിനി ഒന്നും കേൾക്കണ്ട, എന്നെ ദയവായി കൊന്നുകളഞ്ഞേക്കൂ എന്ന് വിൽഫ്രഡ് ആർലറ്റിൻ്റെ പ്രേതത്തോട് പറയുന്നു. എൻ്റെ കഴുത്തറുത്തോളൂ, ഞാനെന്ന് നിന്റെ കഴുത്തറുത്തതുപോലെ എന്ന് പറഞ്ഞ് വിൽഫ്രഡ് കരയുന്നു. എന്നാൽ അവളതിന് കൂട്ടാക്കിയില്ല. ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇതിനിടയിൽ ഹെൻറി തീ കായുന്നതിനായി വിറകുകൾ ശേഖരിച്ച് കൂട്ടുമ്പോഴേക്കും ഷാനൻ മരിച്ചു പോകുന്നു. ഹെൻറി അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ശേഷം അവനും ആത്മഹത്യ ചെയ്യുന്നു. ഇതിനിടയിൽ വിൽഫ്രഡിൻ്റെ കൈപ്പത്തി ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റപ്പെടുന്നു. 18 ഡിസംബർ 1922 ഹെൻറിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നു. ഫ്യൂണറൽ ഹോമിൽ വെച്ച് അയാൾ മകൻ്റെ മൃതദേഹം കാണുമ്പോൾ അയാൾ ഞെട്ടിപ്പോകുന്നു. മുഖമാകെ വികൃതമായാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ മൃതദേഹം ഇങ്ങനെയാണ് കിട്ടിയതെന്നും മൃതദേഹത്തിൽ എലികൾ ആക്രമിച്ചതാണെന്നും ഫ്യൂണറൽ ഹോമിലെ ഉദ്യോഗസ്ഥൻ പറയുന്നു. വിൽഫ്രഡ് ആകെ തകർന്ന അവസ്ഥയിലായി. കാശ് എത്ര വേണമെങ്കിലും തരാമെന്നും മകനെ നല്ലൊരു ശവപ്പെട്ടിയിലെ അടക്കാവൂ എന്നും ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് വിൽഫ്രഡ് പോകുന്നു. ഒരച്ഛനും അവൻ്റെ മകന് അവസാനമായി ചുംബിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എനിക്കതിനായിരുന്നു വിധി. വിൽഫ്രഡ് പള്ളിയിൽ ചെല്ലുന്നു. അവിടെ ഷാനൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ്. പള്ളി നിറയെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഹെൻറിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വിൽഫ്രഡും ആർലറ്റിൻ്റെ പ്രേതവും മാത്രമായിരുന്നു പങ്കെടുത്തത്. ദിവസങ്ങൾ കടന്നുപോയി. ശക്തമായ ശൈത്യകാലം വിൽഫ്രഡിൻ്റെ തൊഴുത്തും കളപ്പുരയും തകർത്തിരിക്കുന്നു. അതിനാൽ അയാളുടെ പശുക്കൾ പോലും വിൽഫ്രഡിൻ്റെ വീടിനുള്ളിലാണ് താമസിക്കുന്നത്. വിൽഫ്രഡ് ഷാനൻ്റെ അച്ഛൻ്റെ അടുത്തെത്തുന്നു. എൻ്റെ വസ്തു ഞാൻ വിൽക്കുവാൻ തയ്യാറാണ്, താങ്കൾക്കത് വാങ്ങിക്കുവാൻ സാധിക്കുമോ എന്ന് അയാൾ ചോദിക്കുന്നു. ഹാർലനാകട്ടെ തൻ്റെ മകളുടെ മരണത്തിൽ എല്ലാം തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ നിനക്ക് കഷ്ടകാലമാണല്ലേ, തൊഴുത്തും കളപ്പുരയും തകർന്നു, നിന്റെ പശുവും നിന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് കേട്ടു എന്ന് പറഞ്ഞ് അയാൾ ചിരിക്കുന്നു. ഞാനത് $500 നിങ്ങൾക്ക് തരാമെന്ന് വിൽഫ്രഡ് പറയുന്നു. എന്നെ എൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. എനിക്കറിയില്ല അവൾ ഇനി മടങ്ങി വരുമോ ഇല്ലയോ എന്ന്. നമ്മളിപ്പോൾ ഒരുപോലെ പൊളിഞ്ഞു നിൽക്കുകയാണ്. രണ്ടുപേരും ഒരുപോലെ വിവാഹിതരായി, ഇപ്പോൾ ഒറ്റയ്ക്കായി. രണ്ടുപേരും ഒരുപോലെ കുട്ടികളുടെ കൂടെ ജീവിച്ചു, ഇപ്പോൾ കുട്ടികളും മരണപ്പെട്ടു. എനിക്കിപ്പോൾ 2 കൈകളുണ്ട്, അത് മാത്രമാണ് ഒരു വ്യത്യാസം. വിൽഫ്രഡ് തൻ്റെ കൈ തൊപ്പിക്കുള്ളിൽ ഒളിപ്പിക്കുന്നു. ഹാർലൻ തുടരുന്നു. ആ ഭൂമി ശപിക്കപ്പെട്ടതാണ്, അത് ബാങ്കിന് തന്നെ കൊടുത്തേക്ക്. വിൽഫ്രഡ് ആകെ തകർന്ന അവസ്ഥയിലാണ്. അയാൾ വിക്കി പറയുന്നു, ബാങ്കുകാർ അത് ഫാരിങ്ടണ് തന്നെ മറിച്ചു വിൽക്കും. അതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. വിൽഫ്രഡിന് ഒരിക്കലും എൻ്റെ അടുക്കൽ വന്നു പോകരുതെന്ന് ഹാർലൻ പറയുന്നു. എല്ലാ പ്രതീക്ഷകളും തകർന്ന് വിൽഫ്രഡ് തൻ്റെ ഒരു കൈ കോട്ടിനുള്ളിൽ മറച്ച് തിരികെ നടന്നു പോകുന്നു. തിരികെ വീടെത്തുമ്പോൾ അയാളുടെ പശു മഞ്ഞിൽ മരണാവസ്ഥയിൽ കിടക്കുകയാണ്. വിൽഫ്രഡ് അതിനെ ഒന്ന് തടവിയ ശേഷം നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അതിനെ വെടിവെച്ച് കൊല്ലുന്നു. പ്രസന്റ് ഡേയിൽ വിൽഫ്രഡിൻ്റെ മുറി മുഴുവൻ എലികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അയാൾ വീണ്ടും തിരക്ക് പിടിച്ച് എഴുതി തുടരുന്നു. എനിക്കെൻ്റെ ഫാം നഷ്ടമായി. ഫാരിങ്ടൺ കമ്പനി വളരെ തുച്ഛമായ വിലയ്ക്കത് എന്നിൽ നിന്നും സ്വന്തമാക്കി. ഹാർലൻ തൂങ്ങി മരിച്ചു. അയാളുടെ സ്ഥലം ബാങ്കുകാർ വിൽക്കുവാൻ വെച്ചു. ഞാൻ മഹാനഗരത്തിൽ പോയി 14 മാസം ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തു. എന്നാൽ എന്നൊക്കെ ഞാൻ എന്നെ തന്നെ തിരക്കുള്ളവനാക്കി വെക്കുവാൻ ശ്രമിച്ചാലും പഴയ കാര്യങ്ങൾ മറക്കുവാൻ ശ്രമിച്ചാലും അവർ എന്നെ കണ്ടുപിടിക്കും. അപ്പോൾ കുറേ എലികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആർലറ്റിൻ്റെ 100 ഏക്കർ കുടിച്ചു തീർക്കുവാൻ നീണ്ട 2 വർഷങ്ങൾ വേണ്ടി വന്നു. എപ്പോഴൊക്കെ ഞാൻ കുടിക്കാതിരിക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ ഹെൻറിയുടെ അവസാന മാസം അവൻ ജീവിച്ച സ്ഥലങ്ങളിൽ പോകും. അവിടെ എല്ലാം പോയി ഇദ്ദേഹം മാപ്പ് പറയുകയാണ്. വിൽഫ്രഡ് ഒടുവിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഹെൻറി പറഞ്ഞത് ശരിയായിരുന്നു. അപ്പോൾ ആർലറ്റിനെ കാണിക്കുന്നു. വിൽഫ്രഡ് എഴുതുന്നു, ദർ വാസ് ആൻ അനദർ വേ. അതായത് ആർലറ്റിനെ കൊല്ലുക എന്ന തെറ്റല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നു. എന്നാൽ 1922 ഒരു പാപിയായ കർഷകൻ വിൽഫ്രഡ് ജെയിംസ് വ്യത്യസ്തനാവാൻ ശ്രമിച്ചു. ഈ വാക്കുകൾ കൂടി കുറിച്ചു വെച്ചുകൊണ്ട് അയാൾ ആ ലെറ്റർ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഹെൻറിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എനിക്കിപ്പോൾ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ഇനി ഒരിക്കലും അതിന് സാധിക്കുകയുമില്ല. ഞാൻ മുട്ടുകുത്തി നിൽക്കുകയാണെങ്കിൽ ദൈവം എന്നെ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ കരുതുന്നു ഓരോ കൊലപാതകികളും ദൈവമില്ല എന്ന് തന്നെയാവും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ നരകവുമില്ല, സ്വർഗവുമില്ല. അപ്പോൾ വിൽഫ്രഡ് അവനോട് പറഞ്ഞത് വീണ്ടും കാണിക്കുന്നു. മകനെ,
ഞാനാണ് അവളെ കൊന്നത്. അപ്പോൾ ഹെൻറി പറയുന്നു, ഇല്ല അച്ഛാ, നമ്മൾ രണ്ടുപേരുമാണ് അത് ചെയ്തത്. ഇപ്പോൾ മംഗോളിയ ഹോട്ടലിലെ 209 നമ്പർ മുറി ആരോ തുറക്കുന്നതായി കാണിക്കുമ്പോൾ വിൽഫ്രഡ് മകനോടന്ന് പറഞ്ഞതിൻ്റെ ബാക്കി വീണ്ടും കാട്ടുന്നു. ശരി, ഐ ലവ് യു സൺ. അപ്പോഴേക്കും വാതിൽ തുറന്നു വരുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക്. എനിക്കറിയാം അച്ഛാ, പക്ഷേ ഞാനത് അർഹിക്കുന്നില്ല. പ്രസന്റ് ഡേയിൽ വിൽഫ്രഡ് പൊട്ടിക്കരയുന്നു. അയാൾക്ക് കുറ്റബോധം താങ്ങുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം വെട്ടിപ്പിടിക്കണം എന്ന് വിചാരിച്ച് സ്വന്തം ഭാര്യയെ കൊന്നുതള്ളി. ആ സ്വത്ത് തൻ്റെ കാലശേഷം മകൻ അനുഭവിക്കണമെന്ന് അയാൾ കരുതി. എന്നാൽ മകനും അയാൾക്ക് നഷ്ടമായി. വെട്ടിപ്പിടിച്ചതും കൊന്നു നേടിയതും നഷ്ടമായി. ഇപ്പോൾ വിൽഫ്രഡിന് ആ 180 ഏക്കർ സ്ഥലമില്ല. പകരം അയാൾ ഒരു വട്ടപൂജ്യമായിരിക്കുന്നു. അയാൾ തൻ്റെ ഭാര്യയും മകനെയും ഓർക്കുന്നു. അപ്പോഴും അയാൾ പൊട്ടിക്കരയുന്നു. ഹെൻറി പപ്പ എന്ന് വിളിക്കുന്നത് കേട്ട് അയാൾ തലയുയർത്തി നോക്കുന്നു. അപ്പോൾ അയാളുടെ മുൻപിൽ ആർലറ്റിൻ്റെയും ഹെൻറിയുടെയും ഷാനൻ്റെയും പ്രേതങ്ങളും എലികളും ഉണ്ടായിരുന്നു. ഹെൻറി ഒരു കത്തിയെടുത്ത ശേഷം എല്ലാം പെട്ടെന്ന് കഴിയുമെന്ന് പറയുന്നു. അതോടെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ രസകരമായി വരുന്ന വീഡിയോകളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.